ചെറുപ്പകാലം മുതൽ തന്നെ സഞ്ചാരത്തിൽ അതീവ തൽപരനായിരുന്നു. നാടുകൾ ചുറ്റിക്കാണുന്നതിലും അവിടങ്ങളിലെ വിസ്മയങ്ങൾ ദർശിക്കുന്നതിലും ഭാഷകളും സംസ്കാരങ്ങളും പഠനവിധേയമാക്കുന്നതിലും അദ്ദേഹം ആനന്ദം കണ്ടെത്തി. 21 വയസ്സായതോടെ ലോകസഞ്ചാരത്തെക്കുറിച്ച് ചിന്തിച്ചു. ആദ്യമായി മക്കയും മദീനയും സന്ദർശിക്കുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലോകസഞ്ചാരി, സാമൂഹ്യശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ഏറെ പ്രഗത്ഭനാണ് ഇബ്നു ബത്തൂത്ത. 1304 ഫെബ്രുവരി 25 മൊറോക്കോയിലെ താഞ്ചീർ പട്ടണത്തിൽ ജനിച്ചു. ഷംസുദ്ദീൻ അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പൂർണ്ണനാമം. ഇസ്ലാമിക നിയമ പണ്ഡിതനായ ഇബ്നു ബത്തൂത്ത ഒരു ന്യായാധിപനാണെങ്കിലും പ്രസിദ്ധനായ ഒരു സഞ്ചാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. ചെറുപ്പകാലം മുതൽ തന്നെ സഞ്ചാരത്തിൽ അതീവ തൽപരനായിരുന്നു. നാടുകൾ ചുറ്റിക്കാണുന്നതിലും അവിടങ്ങളിലെ വിസ്മയങ്ങൾ ദർശിക്കുന്നതിലും ഭാഷകളും സംസ്കാരങ്ങളും പഠനവിധേയമാക്കുന്നതിലും അദ്ദേഹം ആനന്ദം കണ്ടെത്തി. 21 വയസ്സായതോടെ ലോകസഞ്ചാരത്തെക്കുറിച്ച് ചിന്തിച്ചു. ആദ്യമായി മക്കയും മദീനയും സന്ദർശിക്കുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. 1325 ജൂൺ 13 സ്വദേശമായ താഞ്ചീരിൽ നിന്ന് വാഹനം കയറുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ലോകസഞ്ചാരത്തെക്കുറിച്ച് വലിയ ചിന്തകളൊന്നുമുണ്ടായിരുന്നില്ല. മക്കയിലെത്തി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ചിരകാലാഭിലാഷമായിരുന്ന ലോകസഞ്ചാരം ഉള്ളിൽ ശക്തമാവുകയായിരുന്നു. അതോടെ യാത്രയാരംഭിക്കുകയും ചെയ്തു. 25 വർഷങ്ങൾ നീണ്ടുനിൽക്കുന്നതായിരുന്നു ഈ യാത്ര. ഒന്നാം ഘട്ടത്തിൽ വടക്കേ ആഫ്രിക്ക, ഈജിപ്ത്, സിറിയ, ദമസ്കസ്, ഇറാഖ്, ഖൂസിസ്ഥാൻ, പേർഷ്യ, ജിബാൽ, തബ്രീസ്, ബാഗ്ദാദ്, മൗസുൽ തുടങ്ങിയ പ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങി മക്കയിൽ തന്നെ തിരിച്ചെത്തി. ആരാധനകളും മറ്റുമായി 3 വർഷം അവിടെ ചെലവഴിച്ചു. ഹജ്ജും നിർവഹിച്ചു. ജിദ്ദയിൽ നിന്നും തുടങ്ങി ചെങ്കടലിലൂടെ യമൻ തീരങ്ങളിലേക്കായിരുന്നു രണ്ടാം ഘട്ട യാത്ര. ഏദൻ, സബീദ് തുടങ്ങിയ ചരിത്ര പ്രാധാന്യമേറിയ പ്രദേശങ്ങൾ ഈ ഘട്ടത്തിൽ സന്ദർശിച്ചു. ഓരോ സ്ഥലം സന്ദർശിക്കുമ്പോഴും അതിന്റേതായ ആളുകളെ കണ്ട് കാര്യങ്ങൾ ചുഴ്ന്നു മനസ്സിലാക്കി. ഭാഷ, ശൈലി, ജനസംഖ്യ, ജീവിതരീതി, മതങ്ങൾ, സംസ്കാരങ്ങൾ, വരുമാനമാർഗം തുടങ്ങി സർവ്വതും രേഖപ്പെടുത്തി. ഇവയെല്ലാം സമാഹരിച്ച് ഒരു ഗ്രന്ഥം രചിക്കുകയെന്നതിലപ്പുറം ഇത്തരം അമൂല്യമായ വിവരങ്ങൾ മാലോകർക്ക് കൈമാറുകയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. സോമാലിയയുടെ തലസ്ഥാനമായ മൊഗാദിഷുവായിരുന്നു അടുത്ത ലക്ഷ്യം. ഉടനെ യാത്ര തിരിച്ച അദ്ദേഹം പല പൂർവാഫ്രിക്കൻ വ്യാപാര കേന്ദ്രങ്ങളുമായും ബന്ധം പുതുക്കി. ഒമാനിലൂടെ പേർഷ്യൻ ഉൾക്കടലും കടന്ന് വീണ്ടും മക്കയിലേക്കു മടങ്ങി ഹജ്ജ് നിർവഹിച്ചു. പിന്നീട് ഈജിപ്ത്, സിറിയ, ഏഷ്യ മൈനർ, ഗോൾഡൻ ഹോർഡ് പ്രദേശങ്ങൾ, കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കി, ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഇവിടെ നിന്നാണ് 1333 സെപ്റ്റംബർ 12 അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അദ്ദേഹത്തെ ഹാർദവമായി സ്വീകരിച്ചു. വർഷങ്ങളോളം ഇവിടെ തങ്ങിയ അദ്ദേഹം പിന്നീട് ചൈനയിലേക്ക് പോയി. അതിനിടെ മലബാറിന്റെ ചില ഭാഗങ്ങൾ സന്ദർശിച്ചു. പല കാര്യങ്ങളും പഠനവിധേയമാക്കി. യാത്രക്കിടയിൽ കപ്പൽ തകർന്നതു കാരണം അദ്ദേഹത്തിന് പല കൂട്ടാളികളെയും നഷ്ടമായി. ഇബ്നു ബത്തൂത്തയില്ലാതെ മലബാറിനോ കോഴിക്കോടിനോ ചരിത്രമില്ല. എഴുതപ്പെട്ട ചരിത്രത്തിലും എഴുതപ്പെടാത്ത ചരിത്രത്തിലും ആ ചരിത്രപുരുഷനുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ മൊറോക്കോയിൽ നിന്നെത്തിയ ആ സമുദ്രസഞ്ചാരി 7 പ്രാവശ്യം കോഴിക്കോട് സന്ദർശിച്ചിട്ടുണ്ട്. ഈ തീരത്ത് ഇബ്നു ബത്തൂത്തയ്ക്ക് കടൽക്ഷോഭത്തിൽ ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ടു. കരയിലായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ട ഇബ്നു ബത്തൂത്ത കോഴിക്കോട് സന്ദർശിച്ചു. അവിടെ നിന്നും മാലിദ്വീപിലേക്ക് പോയി. തുടർന്ന് പലയിടങ്ങളിലും കറങ്ങി ഒടുവിൽ ചൈനയിലെത്തി. അവിടെ നിന്ന് വീണ്ടും മക്കയിലേക്കു തിരിച്ചു. പിന്നീട് നാട്ടിലേക്കു പുറപ്പെട്ട അദ്ദേഹം സ്പെയിൻ, കൊറഡോബ തുടങ്ങിയവ സന്ദർശിച്ചു. മറ്റു ചില ഭാഗങ്ങളിൽ കൂടി ചുറ്റിക്കറങ്ങിയ അദ്ദേഹം ശേഷം മൊറോക്കോ ഭരണാധികാരിയായിരുന്ന അബൂ ഇനാന്റെ ആസ്ഥാന നഗരിയായ ഫാസിൽ സ്ഥിരതാമസമാക്കി. 28 വർഷങ്ങൾ നീണ്ടുനിൽക്കുന്നതായിരുന്നു ഇബ്നു ബത്തൂത്തയുടെ ലോകസഞ്ചാരം. 1,24,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. താൻ യാത്രയിൽ ശേഖരിച്ച വിവരങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഇബ്നു ബത്തൂത്ത വിശ്വവിഖ്യാതമായൊരു യാത്രാവിവരണ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. റിഹ്ലത്തു ഇബ്നു ബത്തൂത്ത എന്ന പേരിലത് അറിയപ്പെടുന്നു. താൻ സന്ദർശിച്ച ഓരോ പ്രദേശങ്ങളെയും സവിസ്തരം പ്രതിപാദിക്കുന്ന ഈ കൃതി ഭൂമിശാസ്ത്രത്തിൽ അതിപ്രധാനമായൊരു സംഭാവനയാണ്. ജനങ്ങൾ, സംസാരം, ഭാഷ, ജീവിതരീതി, തൊഴിൽ, മതം, ആരാധനകൾ തുടങ്ങി ഓരോ നാടിന്റെയും
സർവസ്പന്ദനങ്ങളും അദ്ദേഹം ഇതിൽ വരച്ചുവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പഠനങ്ങളുടെ വസ്തുനിഷ്ഠതയറിയാൻ കേരളത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഭാഗം മാത്രമെടുത്തു പരിശോധിച്ചാൽ മതി. കേരളത്തിൽ ഏഴിമല, ശ്രീകണ്ഠാപുരം, ധർമ്മടം, വളപ്പട്ടണം, പന്തലായനി, കോഴിക്കോട്, ചാലിയം, കൊല്ലം തുടങ്ങിയ സ്ഥലം സന്ദർശിച്ച അദ്ദേഹം വളരെ ആഴത്തിൽ തന്നെ അവയെ പ്രതിപാദിക്കുന്നുണ്ട്. യോദ്ധാവും നയതന്ത്ര വിദഗ്ധനും ഇസ്ലാമിക പണ്ഡിതനുമായ ബത്തൂത്തയെക്കുറിച്ച് അമേരിക്കയിലെ സാന്റിയാഗോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ എമിറൈറ്റിസ് പ്രൊഫസർ റോസ് ഡൺ സംസാരിക്കുന്നത് ഇങ്ങനെ: അതിർവരമ്പുകളില്ലാത്ത സഞ്ചാരി. രാജ്യങ്ങളുടെ അതിർവരമ്പുകൾ ഇബ്നു ബത്തൂത്തയ്ക്കില്ലായിരുന്നെന്നു വേണം പറയാൻ. ആഫ്രോ യൂറേഷ്യൻ ചരിത്രത്തിൽ ഇതുപോലൊരു സഞ്ചാരി വേറെയില്ല. 73,000 മൈലുകൾ ഒരു ജീവിതം കൊണ്ട് സഞ്ചരിച്ചയാൾ. ചൈന മുതൽ കോഴിക്കോട് വരെ, മൊറോക്കോ മുതൽ ഡൽഹി വരെ 14-ാം നൂറ്റാണ്ടിലെ അദ്ഭുത സഞ്ചാരിയെ വിശേഷിപ്പിക്കാൻ എനിക്കു വാക്കുകളില്ല. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മുതൽ സാമൂതിരി വരെയുള്ള ഭരണാധികാരികൾ അതത് നാട്ടിൽ വളർത്തിയ സംസ്കാരങ്ങളോട് ഇഴുകിച്ചേർന്ന സഞ്ചാരിയാണ്. സൂഫിസം മുതൽ സഞ്ചാരിയുടെ ഭ്രമകൽപ്പനകൾ വരെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ കടന്നുവരുന്നു. ചരിത്ര പൈതൃകങ്ങളെയും ജനസംസ്കൃതികളെയും ഉൾക്കൊണ്ടായിരുന്നു 21 വർഷം നീണ്ട ബത്തൂത്തയുടെ യാത്രകൾ. ഡൽഹിയിലെ സുൽത്താൻ പോലും അദ്ദേഹത്തിന്റെ സഞ്ചാരപ്രേമത്തെ ആദരിച്ച് തന്റെ രാജ്യാന്തര പ്രതിനിധിയെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോടിന്റെ ആരാധകൻ. ദില്ലിയിൽ നിന്ന് കപ്പൽ മാർഗം ചൈനയിലേക്ക് പോകാനാണ് ബത്തൂത്ത കോഴിക്കോട്ട് എത്തുന്നത്. മംഗലാപുരത്തുനിന്നും കോഴിക്കോട്ടുനിന്നും മാത്രമായിരുന്നു അന്ന് ചൈനയിലേക്ക് കപ്പൽ മാർഗം പോകാൻ കഴിയുമായിരുന്നത്. കോഴിക്കോട് തുറമുഖത്തിന്റെ പുഷ്കലകാലം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത തുറമുഖ നഗരമെന്നും മഹിമയിൽ ഈജിപ്തിലെ അലക്സാൻഡ്രിയ തുറമുഖത്തിന് സമാനമെന്നും കോഴിക്കോടിനെ ബത്തൂത്ത വിശേഷിപ്പിക്കുന്നു. കോഴിക്കോട് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളിയെക്കുറിച്ചും അതിന്റെ നിർമ്മാതാക്കളെക്കുറിച്ചുമൊക്കെ ബത്തൂത്ത എഴുതിയിട്ടുണ്ട്. കേരളം അന്നും ഇന്നും. അന്നത്തെ കേരളത്തിന്റെ ശേഷിപ്പുകൾ മാത്രമാണ് ഇപ്പോഴുള്ളതെന്നു വേണം പറയാൻ. മംഗലാപുരം മുതൽ കൊല്ലം വരെ നീളുന്ന ഉൾനാടൻ ജലപാതയെക്കുറിച്ച് ബത്തൂത്ത വിശേഷിപ്പിക്കുന്നുണ്ട്. അന്ന് സജീവമായിരുന്ന ജലഗതാഗതം ഇന്ന് പേരിനു മാത്രമായി. തന്റെ സഞ്ചാരകാലത്ത് കേരളത്തിൽ കൃഷിയില്ലാത്ത ഒരിടം പോലുമില്ലെന്ന് ബത്തൂത്ത എഴുതിയിട്ടുണ്ട്. ലോകവ്യാപാരത്തിന്റെ ഭാവി ശോഭനമാണ് എന്നല്ല പറയേണ്ടത്. ലോകവ്യാപാരത്തിലൂടെയല്ലാതെ ഒരു രാജ്യത്തിനും ഇനി ശോഭനമായ ഭാവിയില്ല എന്നാണ് പറയേണ്ടത്. ഇന്ത്യ ഈ രംഗത്ത് കുറെക്കൂടി മുന്നേറേണ്ടിയിരിക്കുന്നു. ലോകം തന്നെ നന്നേ ചുരുങ്ങിയ ഇക്കാലത്ത് ഒരൊറ്റക്കമ്പോളമെന്ന നിലയിൽ ലോകത്തെ കാണാം. എല്ലാ സംസ്കാരങ്ങളും വൈവിധ്യങ്ങളും ഇഴചേരുന്ന ഒരു വലിയ കമ്പോളം. ഇബ്നു ബത്തൂത്തയുടെ യാത്രകൾ. 1325-ലാണ് ഇബ്നു ബത്തൂത്ത തന്റെ യാത്രക്ക് തുടക്കം കുറിക്കുന്നത്. പ്രഥമഘട്ടം കോൺസ്റ്റാന്റിനോപ്പിൾ, തുനീഷ്യ, അലക്സാൻഡ്രിയ, ട്രിപ്പോളി, ഈജിപ്ത്, ഫലസ്തീൻ, സിറിയ, ഡമസ്കസ് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചതിനുശേഷം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി മക്കയിലേക്ക് തിരിച്ചു. പിന്നീട് തന്റെ യാത്രസംഘത്തോട് വിട പറഞ്ഞ് ടൈഗ്രീസ് നദി കടന്ന് ബസറയിലേക്ക് പോയി. രണ്ടാം ഘട്ടം മെസപ്പട്ടോമിയയിലെ നജഫ്, ബസറ, മൊസൂൾ, ബഗ്ദാദ്, ആഫ്രിക്കയിലെ മോഗഡിഷു, മൊംബാസ, സൻസിബാർ, കിൽവ തുടങ്ങിയവ സന്ദർശിച്ചതിനുശേഷം വീണ്ടും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി മക്കയിലേക്ക് തിരിച്ചു. വിവിധ ഭാഷകൾ പഠിക്കുന്നതിനും വിശ്രമത്തിനുമായി 2 വർഷത്തോളം മക്കയിൽ ചിലവഴിച്ചു. മൂന്നാം ഘട്ടം 1332-ൽ ആരംഭിച്ച ഈ യാത്ര യമൻ, ഒമാൻ, ബഹ്റൈൻ, സിറിയ, ഏഷ്യ മൈനർ, ഇന്ത്യ, മാലദ്വീപ്, സിലോൺ, കിഴക്കൻ ഏഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം വീണ്ടും ഇന്ത്യ, പേർഷ്യ, മെസപ്പട്ടോമിയ, സിറിയ, ഈജിപ്ത് വഴി ടാൻജിയയിൽ മടങ്ങിയെത്തി. വീണ്ടും ആഫ്രിക്കൻ യാത്ര തിരിച്ച ഇബ്നു ബത്തൂത്തയെ മൊറോക്കോ സുൽത്താൻ ഉയർന്ന ബഹുമതികൾ നൽകി തന്റെ അതിഥിയായി അവിടെ താമസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രേരണയാലാണ് ഇബ്നു ബത്തൂത്ത റിഹ്ല എന്ന ഗ്രന്ഥം രചിച്ചു തുടങ്ങിയത്. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ ഡൽഹി സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ് അഫ്ഗാനിസ്ഥാനിലെ ബലൂചിസ്ഥാൻ വഴി അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. മുസ്ലിം ലോകത്തെ പുതിയ രാജ്യമായിരുന്ന ഡൽഹിയിൽ തന്റെ ഭരണം ദൃഢമാക്കുന്നതിന് തുഗ്ലക്ക് പല ഇസ്ലാമിക പണ്ഡിതരെയും ഡൽഹിയിലേക്ക് വരുത്തിയിരുന്ന കാലമായിരുന്നു അത്. ഇബ്നു ബത്തൂത്തയുടെ പാണ്ഡിത്യത്തെയും ലോകപരിചയത്തെയും മാനിച്ച് അദ്ദേഹത്തിന് തുഗ്ലക്ക് ന്യായാധിപസ്ഥാനം നൽകി. 1342-ൽ ചൈനയിലേക്കുള്ള സ്ഥാനപതിയായി ഇബ്നു ബത്തൂത്ത നിയമിതനായി. 1342-ൽ ചൈനയിലേക്കുള്ള സ്ഥാനപതിയായി നിയമിതനായ ഇബ്നു ബത്തൂത്ത അവിടേക്കുള്ള യാത്രക്കിടയിൽ ഗ്വാളിയോർ, ചന്ദ്രഗിരി, ഉജ്ജയിൻ, സഹാർ, സന്താപൂർ, ഹോണാവർ, ബാർക്കൂർ, മംഗലാപുരം എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് കേരളത്തിലെത്തി. അക്കാലത്ത് കോഴിക്കോട്
കൊല്ലം തുറമുഖങ്ങളിൽ നിന്ന് മാത്രമേ ചൈനയിലേക്ക് കപ്പലുകൾ പുറപ്പെട്ടിരുന്നുള്ളൂ. 1342 ഡിസംബർ 29 അദ്ദേഹം ഏഴിമല സന്ദർശിച്ചു. തുടർന്ന് 1343 ജനുവരി 1 പന്തലായനിയിലും അതേ വർഷം ഡിസംബർ 31 ധർമ്മടത്തും അദ്ദേഹം എത്തിച്ചേർന്നു. മുലൈബാർ, കേരളത്തിന്റെ പ്രകൃതി. ഇബ്നു ബത്തൂത്ത തന്റെ വിവരണങ്ങളിൽ കേരളത്തെ മുലൈബാർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിറയെ വൃക്ഷങ്ങളും കൃഷിയുമുള്ള അതിമനോഹരമായ ഒരു പ്രദേശമായാണ് അദ്ദേഹം കേരളത്തെ ആദ്യം രേഖപ്പെടുത്തിയത്. ഇവിടത്തെ ജനങ്ങൾ സഞ്ചാരികളെ അതീവ ആതിഥ്യമര്യാദയോടെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. കോഴിക്കോട് നഗരത്തെ ഒരു മികച്ച തുറമുഖ പട്ടണമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള വ്യാപാരികളെയും സഞ്ചാരികളെയും അവിടെ കാണാമായിരുന്നു. ജനജീവിതവും കൃഷിയും. കോഴിക്കോട് നിന്ന് ജലമാർഗം കൊല്ലത്തേക്ക് പുറപ്പെട്ട ഇബ്നു ബത്തൂത്ത വഴിനീളെ ജനവാസവും കൃഷിയുമില്ലാത്ത ഒരിടം പോലും കണ്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ കൃഷിയിടവും വേലികെട്ടി വേർതിരിച്ചിരുന്നു. ആ പറമ്പിന്റെ നടുവിലായിരുന്നു ഉടമയുടെ വീട്. എല്ലാ വീടുകൾക്കും മനോഹരമായ പടിപ്പുരകൾ ഉണ്ടായിരുന്നു എന്നതും അദ്ദേഹത്തെ ആകർഷിച്ച പ്രത്യേകതയാണ്. സാമൂഹിക വ്യവസ്ഥിതിയും നീതിന്യായവും. അക്കാലത്ത് മലബാറിലെ ജനങ്ങൾ മൃഗങ്ങളെ വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്നില്ല. കുതിരസവാരി രാജാക്കന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കടുത്ത ശിക്ഷകൾ നൽകിയിരുന്നതിനാൽ മലബാറിലൂടെയുള്ള യാത്ര അത്യന്തം സുരക്ഷിതമായിരുന്നു. കഴിവേറ്റുക, തിളച്ച എണ്ണയിൽ കൈമുക്കുക തുടങ്ങിയ കഠിനമായ ശിക്ഷാവിധികൾ അന്ന് നിലവിലുണ്ടായിരുന്നു. എന്നാൽ അടിമവ്യാപാരവും തൊട്ടുകൂടായ്മയും അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി അന്ന് ആചരിച്ചിരുന്നുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം നഗരവും മടക്കയാത്രയും. മലബാറിലെ ഏറ്റവും ഭംഗിയുള്ള പട്ടണമായി ഇബ്നു ബത്തൂത്ത കണ്ടത് കൊല്ലത്തെയാണ്. വലിയ അങ്ങാടികളും ധനാഢ്യരായ കച്ചവടക്കാരുമായിരുന്നു കൊല്ലത്തിന്റെ പ്രത്യേകത. ഇടയ്ക്ക് ചൈനയിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ച അദ്ദേഹം വീണ്ടും കോഴിക്കോട്ടെത്തുകയും 3 മാസത്തോളം ചാലിയത്ത് താമസിക്കുകയും ചെയ്തു. 1344 മാലിദ്വീപിലേക്ക് പോയ അദ്ദേഹം 1346 വീണ്ടും കൊല്ലത്തെത്തി. ഒടുവിൽ 1347 കോഴിക്കോട് വഴി യാത്ര തുടർന്ന് 1353 ഡിസംബർ 29 തന്റെ ജന്മനാടായ മൊറോക്കോയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. കേരളത്തിൽ സുലഭമായി കാണുന്ന ഒരു മരത്തെക്കുറിച്ച് ഇബ്നു ബത്തൂത്ത രസകരമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ മരത്തിന്റെ കായാണ് നാളികേരം. അറേബ്യയിലെ ഈത്തപ്പനയോട് സാമ്യമുള്ള ഈ മരത്തിലെ കായ്ക്ക് മനുഷ്യന്റെ തലയോടാണ് അദ്ദേഹം ഉപമിച്ചത്. നാളികേരത്തിന് മനുഷ്യന്റേതുപോലെ 2 കണ്ണുകളും വായയുമുണ്ട്. അതിന്റെ പുറത്തെ നാരുകൾ തലമുടി പോലെയും ഉള്ളിലെ ഭാഗം തലച്ചോറ് പോലെയുമാണ് കാണപ്പെടുന്നത്. നാളികേരത്തിന്റെ നാടായ കേരളം പലവട്ടം സന്ദർശിച്ച അദ്ദേഹം ഇവിടത്തെ ജനജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിരുന്നു. യാത്രയുടെ ലക്ഷ്യവും വ്യക്തിത്വവും. അറേബ്യയിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയുടെ പ്രാഥമിക ലക്ഷ്യം. എങ്കിലും വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ സന്ദർശിച്ച് പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ സാമ്പത്തിക ഭദ്രത നേടലും അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. വെറുമൊരു സഞ്ചാരി എന്നതിലുപരി അദ്ദേഹം ഒരു ഭക്തനും പണ്ഡിതനും സൂഫിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഭൂഖണ്ഡാന്തര യാത്രകൾ റിഹ്ല എന്ന പേരിൽ ലോകപ്രശസ്തമായി. റിഹ്ലായുടെ രചനയും ഉള്ളടക്കവും. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിന്റെ പൂർണ്ണനാമം തുഹ്ഫത്തുന്നുദ്വാർ ഫി ഖറായിബിൽ അംസ്വാർ വ അജായിബിൽ അസ്ഫാർ എന്നാണ്. രാജ്യങ്ങളിലെ വിചിത്രതകളെയും സഞ്ചാരങ്ങളിലെ അത്ഭുതങ്ങളെയും കുറിച്ചുള്ള ഒരു ഉപഹാരം എന്നാണ് ഇതിനർത്ഥം. ഇബ്നു ബത്തൂത്ത തന്റെ യാത്രാനുഭവങ്ങൾ വിവരിക്കുകയും പണ്ഡിതനായ ഇബ്നു ജുസൈയി അത് രേഖപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത്. ചില സന്ദർഭങ്ങളിൽ തന്റെ യാത്രാക്കുറിപ്പുകൾ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വന്തം ഓർമ്മയെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ വിവരിച്ചത്. 1355 ഹിജ്റ 756 ഇതിന്റെ ക്രോഡീകരണം പൂർത്തിയായത്. നിരീക്ഷണങ്ങളും വിമർശനങ്ങളും. ഇബ്നു ബത്തൂത്ത വളരെ സൂക്ഷ്മഗ്രാഹിയായ ഒരു സഞ്ചാരിയായിരുന്നു. സഞ്ചരിച്ച രാജ്യങ്ങളിലെ വിഭവങ്ങൾ, സംസ്കാരം, ഭരണസമ്പ്രദായം എന്നിവ വിവരിക്കുന്നതിൽ അദ്ദേഹം വലിയ തോതിൽ വസ്തുനിഷ്ഠത പുലർത്തിയിരുന്നു. കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇതിന് ഉദാഹരണമാണ്. എങ്കിലും അത്ഭുതങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു സൂഫിയായതുകൊണ്ട് അദ്ദേഹം വിവരിക്കുന്ന പല സംഭവങ്ങളിലും അതിശയോക്തി കലർന്നിട്ടുണ്ടെന്നും ചിലപ്പോൾ കൃത്യനിഷ്ഠത കുറവാണെന്നും ഒരാക്ഷേപമുണ്ട്. വിവർത്തനങ്ങളും അന്ത്യവും. ലോകത്തിലെ ഒട്ടുമിക്ക പ്രമുഖ ഭാഷകളിലേക്കും ഇബ്നു ബത്തൂത്തയുടെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാരകഥകൾ എന്ന പേരിൽ ഇതിന്റെ സംക്ഷേപം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
സാഹസികത നിറഞ്ഞ ദീർഘയാത്രകൾക്കൊടുവിൽ 1378 ഹിജ്റ 780 തന്റെ 74-ാം വയസ്സിൽ മൊറോക്കോയിൽ വെച്ച് ഈ വിശ്വസഞ്ചാരി അന്തരിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.